ഞാൻ ഇന്നിവിടെ പറയുന്നത് മോഹൻലാലിൻ്റെ എക്കാലത്തെയും മനോഹരമായ ഒരു ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ്. ഇതിൻ്റെ പരസ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രം കണ്ടിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമാണ്. മോഹൻലാലിൻ്റെ യഥാർത്ഥ അഭിനയം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ, എക്സലൻറ്റ്, മാർവലസ് എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് മനോഹരമായ ചലച്ചിത്രമാണിത്. അയാൾ കഥ എഴുതുകയാണ്. കണ്ടില്ലേ? അതിൻ്റെ ഛായാഗ്രഹണം, ക്യാമറ, എല്ലാം, സംഗീതം എല്ലാം വളരെ അതിമനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്കാലത്തെയും മനോഹരമായ ചിത്രം എന്നു തന്നെ ഇതിനെ പറയാം. 1998 ഈ ചലച്ചിത്രം റിലീസ് ചെയ്തത്. ഇതിൻ്റെ സംവിധായകൻ കമൽ. ഇതിൽ മോഹൻലാൽ, പ്രിയദർശൻ, ജഗദീഷ്, നന്ദിനി, സിദ്ദിഖ്, ഇന്നസെൻറ്റ്, കുളപ്പള്ളി ലീല തുടങ്ങിയ ടി.പി. മാധവൻ, ഇങ്ങനെയുള്ള ഒരു നല്ല താരനിര തന്നെ ഇതിൽ വേഷം ചെയ്തിരിക്കുന്നു. നന്ദിനി എന്ന മികച്ച ഒരു നടിയാണിതിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കോമ്പിനേഷനാണ് മോഹൻലാൽ, ശ്രീനിവാസൻ, നന്ദിനി, 3 പേരും കൂടിയുള്ള അഭിനയം. എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല, കണ്ടുകൊണ്ടേയിരിക്കും. അയാൾ കഥ എഴുതുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വളരെ മനോഹരമായ ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതോ നിദ്രതൻ, മാനേ, കുപ്പിവള, മരതകരാവിൻ, ആകാശത്താമര, ഇങ്ങനെയുള്ള അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഈ ചിത്രം വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് തോന്നുന്നത് ഈ ചിത്രത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ ഭാഗം തന്നെ ഇതിൻ്റെ ഗാനങ്ങൾക്കാണ് എന്നുള്ളതാണ്. യേശുദാസ്, ചിത്ര, എം.ജി. ശ്രീകുമാർ, സുജാത മോഹൻ തുടങ്ങിയ ഗായകരാണ് ഇതിലെ ഗാനങ്ങൾ വളരെ മനോഹരമായി ആലപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വരികൾ രചിച്ചിരിക്കുന്നത് കൈതപ്രം, മ്യൂസിക് രവീന്ദ്രൻ. വളരെ എക്കാലത്ത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന നല്ല ഗാനങ്ങൾ തന്നെയാണ്. ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം മഞ്ചാടി മാമച്ചൻ. അപ്പോൾ ഇതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം സാഗർ കോട്ടപ്പുറം. അദ്ദേഹം ഒരു എഴുത്തുകാരനായിട്ടാണ് നമുക്കിതിൽ കാണുവാൻ കഴിയുന്നത്. സാഗർ കോട്ടപ്പുറത്തിൻ്റെ കൂട്ടുകാരനാണ് രാമകൃഷ്ണൻ. ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് രാമകൃഷ്ണനെ കാണുവാൻ വരികയാണ്. രാമകൃഷ്ണൻ ഒരു തഹസീൽദാരാണ്. ഒരു വണ്ടിയിൽ കയറി അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ചോദിച്ചു പോകാം. വളരെ കോമഡിയാണത്. കാരണം ലാലേട്ടൻ്റെ ആക്ഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെ തഹസീൽദാർ, പുതിയതായിട്ട് ചാർജ് എടുത്ത തഹസീൽദാരെ കാണുവാൻ പോവുകയാണ്. തഹസീൽദാർ രാമകൃഷ്ണൻ്റെ വീടാണ് എന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം ചെന്നെത്തുന്നത് അവിടെ നിലവിലെ തഹസീൽദാരായ പ്രിയദർശിനിയുടെ വീട്ടിലാണ്, വാടക വീട്ടിലാണ് അദ്ദേഹം ചെന്നെത്തുന്നത്. അവിടെ മദ്യപിച്ച്, അദ്ദേഹം ഒരു മദ്യപാനിയാണ്. ഭയങ്കര മദ്യപിച്ച് ലക്കില്ലാതെയാണ് അദ്ദേഹം നടക്കുന്നത്.
അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെയാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അതായത് സാഗർ കോട്ടപ്പുറം എന്ന എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് അവിടുത്തെ ബെഡിൽ കയറി കിടന്നു. ഡ്രസ്സ് അവിടെ കണ്ട ഒരു നൈറ്റി, അത് വളരെ രസകരമായൊരു രംഗമാണത്. നൈറ്റി എടുത്തിട്ട് കൊണ്ട് കട്ടിലിൽ കയറി ഉറങ്ങിപ്പോയി. പ്രിയദർശിനി, അതായത് തഹസീൽദാർ പ്രിയദർശിനി വന്നപ്പോൾ ഈ അപരിചിതനെ കണ്ട് പോലീസിൽ ഏൽപ്പിക്കുകയാണ്. പോലീസ് ഇൻസ്പെക്ടറായിട്ട് വരുന്നത് TP മാധവൻ എന്ന അന്തരിച്ച നടനാണ്. അപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹം എഴുത്തുകാരനാണ് എന്നറിയുമ്പോൾ അദ്ദേഹം കേസിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന രസകരമായിട്ടുള്ള രംഗങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, രാമകൃഷ്ണൻ വന്ന് യഥാർത്ഥ കഥ പറയുന്നു. എന്നെ അവൾ ചാർജ് എനിക്ക് തരുന്നില്ല, വീടൊഴിഞ്ഞ് തരുന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയുകയാണ്. അങ്ങനെ ഈ രണ്ട് തഹസീൽദാർ തമ്മിലുള്ള തർക്കമാണിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ തൊട്ടടുത്ത വീട്ടിൽ ഇവർ അതായത് സാഗർ കോട്ടപ്പുറവും രാമകൃഷ്ണനും കൂടി താമസിക്കുന്നു. അപ്പം പല പ്രശ്നങ്ങളെല്ലാം ഇവർ തമ്മിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഇവരെ എങ്ങനെയെങ്കിലും പോലീസിൽ പിടിപ്പിക്കണം എന്ന് ഒരു ചിന്തയാണ് പ്രിയദർശിനിക്കുള്ളത്. പ്രിയദർശിനി ഇവരെ ഒരു ലഞ്ചിന് ക്ഷണിക്കുകയും അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കഥാഗതികൾ ആണിതിലൂടെ ഉള്ളത്. പ്രിയദർശിനിയെ ഇദ്ദേഹം ആക്രമിക്കാൻ ചെന്നു, പീഡിപ്പിക്കാൻ ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് ചാർജ് ചെയ്യുന്നത്, ജയിലിലാക്കുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ പ്രിയദർശിനിയെ അപമാനിക്കണം. അതിനുവേണ്ടി പ്രിയദർശിനിയെക്കുറിച്ചുള്ള കഥകൾ അദ്ദേഹത്തിൻ്റെ വാരികയിൽ എഴുതുകയാണ്. അതിലെ ചിത്രം പ്രിയദർശിനിയുടെ ഫോട്ടോ തന്നെയാണ്, പ്രിയദർശിനിയുടെ ചിത്രം തന്നെയാണ് വാരികയിലെ നായികയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് പ്രിയദർശിനിക്ക് വളരെ അപമാനമാകുന്നു. അതാണ് ഈ കഥയുടെ മറ്റൊരു ഭാഗം. വളരെ രസകരമായിട്ടാണ് ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് സാഗർ കോട്ടപ്പുറം, രാമകൃഷ്ണൻ, പ്രിയദർശിനി, ഇവർ 3 പേരും കൂടിയുള്ള അഭിനയം ഒക്കെ വളരെ മാനേ എന്നൊക്കെയുള്ള തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ, ഗാനരംഗങ്ങളൊക്കെ വളരെ ഏതൊരാളിനെയും ഇരുത്തി നമ്മളെ ഇരുന്ന് കാണുന്ന ഒരു ഫിലിമാണിത് അല്ലേ. വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അപമാനം താങ്ങാൻ വയ്യാതെ ഇങ്ങനെ അവരെക്കുറിച്ചുള്ള കഥകളൊക്കെ ഓഫീസിലുള്ളവരെല്ലാം ഈ മഞ്ചാടി എന്ന വാരിക വായിക്കുകയും ഇവർക്ക് പ്രിയദർശിനിക്കൊരു അപമാനമുണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ സാഗർ കോട്ടപ്പുറത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ്. കേസ് വാദിക്കാൻ വരുന്നത് അഡ്വക്കേറ്റ് നമ്പ്യാർ സിദ്ദിഖാണ് അഡ്വക്കേറ്റ് നമ്പ്യാരായി വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആണ് അറിയുന്നത്, കോടതിയിൽ വെച്ചാണ് അദ്ദേഹം സിദ്ദിഖ് ഒരു സത്യം വെളിപ്പെടുത്തുന്നു. കാരണം ഈ സാഗർ കോട്ടപ്പുറത്തിൻ്റെ ഭാര്യയാകേണ്ടിയിരുന്ന പെൺകുട്ടിയാണ് ഈ പ്രിയദർശിനി. അപ്പോൾ അന്ന് വിവാഹം നടന്നില്ല. അത് ഒരു വെഡ്ഡിങ് കാർഡ് കൂടി കോടതിയിൽ സമർപ്പിക്കുന്നു. വിവാഹം നടന്നില്ല. അതിൻ്റെ പകയാണ് സാഗർ കോട്ടപ്പുറത്തിന് ഈ പെൺകുട്ടിയോട് ഉള്ളത്. അതുകൊണ്ടാണ് ഇവരെ ഉപദ്രവിക്കുവാൻ നടക്കുന്നത് എന്ന് ഈ വക്കീൽ തെളിയിച്ചു. അപ്പോഴാണ് രണ്ടുപേരും അതായത് സാഗർ കോട്ടപ്പുറവും പ്രിയദർശിനിയും ഷോക്കേറ്റതുപോലെയായി. രണ്ടുപേർക്കും ഇനി കേസില്ല എന്ന് പറഞ്ഞ്, കേസ് വേണ്ട, മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കോടതി വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, കോടതി മൊത്തവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുപോലെ കേസ് വേണ്ടെന്ന് വെച്ചത്? അപ്പോഴാണ് സാഗർ കോട്ടപ്പുറം പറയുന്നത്, എനിക്ക് കേസൊന്നും വേണ്ട, അവളെ ഞാൻ വെറുതെ
വിടുകയില്ല എന്ന് പറയുന്നത്. അവളെ വീണ്ടും ഇങ്ങനെ പല പല വിധത്തിൽ ഉപദ്രവിക്കുവാനും ഒക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താണ് അഡ്വക്കേറ്റ് അപ്പം നേരത്തെ തന്നെ സാഗർ കോട്ടപ്പുറവും പ്രിയദർശിനിയും തമ്മിലുള്ള വിവാഹം, സാഗർ കോട്ടപ്പുറം പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. സാഗർ കോട്ടപ്പുറത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യ പത്മിനിയായിട്ട് വേഷം ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യയും, പത്മിനിയുടെ ഭാര്യ പത്മിനിയാണ് ഭാര്യ. പത്മിനിയുടെ ഹസ്ബൻഡ് ദേവനാണ് ആ വേഷം. അപ്പോൾ അവർ ഭംഗിയായിട്ട് അവരുടെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം പത്മിനി കണ്ടുപിടിച്ച പെൺകുട്ടിയായിരുന്നു പ്രിയദർശിനി. വിവാഹത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും സ്വപ്നങ്ങളുമായിട്ട് നാട്ടിലേക്ക്, വിദേശത്തു നിന്നും ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് സ്വപ്നം കണ്ട് വരികയാണ്. ഒരിക്കലും കാണാത്ത ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, പെൺകുട്ടിയുടെ ഫോട്ടോ പോലും അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പം വിദേശത്ത് വെച്ച് ഈ ഫോട്ടോ കൊടുത്തിരുന്ന സൈനുദ്ദീൻ, ജഗദീഷാണ് സൈനുദ്ദീനായിട്ട് അഭിനയിക്കുന്നത്. ഈ ഫോട്ടോ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. ഫോട്ടോയും കൊണ്ട് ഓടുമ്പോൾ ചിക്കൻ കറിയിൽ ഇങ്ങനെ ഈ ഫോട്ടോ വീണുപോയി. അതും ഒരു കോമഡി, വളരെ കോമഡി റൊമാൻറ്റിക് ത്രില്ലർ ചിത്രം തന്നെയാണ് ഈ അയാൾ കഥ എഴുതുകയാണ് എന്ന മലയാള ചലച്ചിത്രം. അപ്പോൾ അദ്ദേഹത്തിന് ഇവളെ കാണുന്നതിനേക്കാൾ മനോഹരമാണ് കാണാത്തതിന് എന്ന് പറഞ്ഞാണ് അദ്ദേഹം സമാധാനിക്കുന്നത്. ഈ പെൺകുട്ടിയെ കാണാൻ പറ്റിയില്ല, ശരി എന്തായാലും ഇനി ഞാൻ അവളെ വിവാഹത്തിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ സ്വപ്നങ്ങളും കൂടി അവൾക്ക് വേണ്ട എല്ലാ അലങ്കാര വസ്തുക്കളോടും കൂടി നാട്ടിൽ തിരിച്ചെത്തുകയാണ് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി. അപ്പോഴാണ് അറിയുന്നത് വിവാഹത്തിൻ്റെ തലേന്ന് അവളൊരു കത്തും എഴുതി വെച്ചിട്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വിവാഹം മുടങ്ങുകയാണ്. അപ്പോൾ വിവാഹം മുടങ്ങുന്നതിൽ ഇദ്ദേഹത്തിന് വളരെയധികം മനസ്സ് ഉലഞ്ഞു പോവുകയും പിന്നെ അയാൾ മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുകയും ഈ പ്രതികാരം, സ്ത്രീകളെ ഇഷ്ടമില്ല, അങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കഥകളാണ് ഇദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് മഞ്ചാടി മാമച്ചൻ്റെ വാരിക, അതുപോലെ മറ്റ് വാരികകളിലൊക്കെ ഇദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കഥകളൊക്കെ ധാരാളം എഴുതുകയാണ്. അതാണ് അയാൾ കഥ എഴുതുകയാണ്. ധാരാളം നോവലുകൾ എഴുതി ഇയാൾ ഒരു പ്രശസ്തനായി മാറി. പക്ഷേ അതോടൊപ്പം മദ്യപാനവും ഇയാളുടെ കൂട്ടായിട്ട് വന്നു ചേർന്നു. അപ്പോൾ ഇങ്ങനെ കഥ എഴുതി ഇയാൾ പ്രശസ്തനാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു പോയി. പിന്നെ വിവാഹം കഴിക്കുവാനോ ഒന്നും പറ്റുന്നില്ല. ഇതാണ് ആ ഒരു കഥ. അപ്പോൾ ഈ പെൺകുട്ടിയെ തിരക്കി ചെല്ലുകയാണ് ഇവൻ. ഈ പെൺകുട്ടിയെ തിരക്കി ചെല്ലുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഇനി അവളെ ഉപദ്രവിക്കരുത്, അവൾ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയാണ്, അല്ല എനിക്ക് അവളെ കാണണം എന്ന് പറയുമ്പോഴാണ് അവൾ ഹോസ്പിറ്റലിലാണ് എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ ഈ പെൺകുട്ടി കിടക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കസിൻ ബ്രദർ ഇദ്ദേഹത്തെ വന്ന് കാണുകയും അവളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറയുന്നു. കാരണം ഇവൾ വിവാഹം കഴിക്കാത്തത് ഇദ്ദേഹത്തെ ചതിക്കണ്ട എന്നോർത്തുകൊണ്ടാണ് അവളെ അവളുടെ കസിൻ ബ്രദർ പീഡിപ്പിച്ചതായിട്ട് അവൾക്കറിയാതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അതാണ് ഈ കഥയുടെ ഒരു സസ്പെൻസ്. അപ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് ജിത്തു എന്ന കഥാപാത്രം. അത് കൃഷ്ണയാണ് ജിത്തുവായി വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം സാഗറിനോട് വെളിപ്പെടുത്തുന്നു. അപ്പോഴാണ് സാഗറിന് മനസ്സിലായത് ഈ പെൺകുട്ടി എന്നെ അഗാധമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, അവളുടെ സ്നേഹം ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ, അവളെ ഞാൻ വളരെയധികം വിഷമിപ്പിച്ചു. അപ്പം ഇവളുടെ മനോനില തെറ്റി അവൾ മനോനില തെറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇവളുടെ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത് നെടുമുടി വേണുവാണ്. ഡോക്ടർ സുഭാഷാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ
സാഗർ കോട്ടപ്പുറം ഒരു ഈ ഒരു ചികിത്സ പറഞ്ഞു. അതായത് ഒരിക്കലെന്നോ ഇവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സ്കൂളിൽ വെച്ച് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ്. അവൾ ഒരിക്കൽ ഉറക്കമുണർന്ന് എഴുന്നേറ്റപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചു അവളുടെ കസിൻ അവളെ പീഡിപ്പിച്ചെന്ന്. അതുപോലെ ഇപ്പോഴും അവളുടെ മനസ്സിൽ അത് അടിയുറച്ചിരിക്കുകയാണ്. എന്നെ ആരോ പീഡിപ്പിച്ചു, ഞാൻ നശിച്ചുപോയി, ഇനി എന്നെ വിവാഹം കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവളുടെ ചിന്തകൾ. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി എഴുതണം എന്ന് എന്നാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ആ കഥ ഒന്ന് മാറ്റി എഴുതുവാൻ അതായത് ഡോക്ടറോടൊരു നിർദ്ദേശം വയ്ക്കുന്നു. അതായത് ഇവളെ രാത്രി ഉറങ്ങുമ്പോൾ ഇവളെ വിവാഹം കഴിച്ചു, ഇവളുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞ് ഇവളെ വിശ്വസിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവളുടെ മനസ്സ് മാറുകയുള്ളൂ. അങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു വിവാഹം നടത്തുകയും അവൾ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞതായിട്ട് അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് വിവാഹ പന്തലും എല്ലാം കെട്ടി. പക്ഷേ അവൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് ഈ കുട്ടിയെ ഇവളുടെ കസിനെയും കൂടി കൊണ്ടുവന്ന് കാണിക്കുന്നു. നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പയ്യൻ നിന്നെ ഒരിക്കലും നശിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിലേതാണ് നീ വിശ്വസിക്കുന്നത്? നിൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പ്രിയയോട് പറയുന്നു. അപ്പം അങ്ങനെ ഒരു സുഖ പര്യവസായിയായി ഈ ചലച്ചിത്രം അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു